വിളിച്ച് വിവരം പറഞ്ഞ് ഇന്നലെ ഒരു സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയതിന് ശേഷം നമുക്ക് പുള്ളിയുടെ അമ്മയെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് കണ്ടിയൂരുള്ള വിപിന്റെ ഈ വീട്ടിലേക്ക് വിവരമെത്തുന്നത്. അങ്ങേയറ്റം ദുഃഖസാന്ദ്രമാണ് ആ സമയം മുതൽ ഈ വീട്. ഈ വീട്ടിൽ ഉള്ളത് വിപിന്റെ മാതാവാണ്, സഹോദരങ്ങളുണ്ട്. വിപിന്റെ മാതാവിനെ തുടക്കത്തിൽ ഈ വിവരം അറിയിച്ചിരുന്നില്ല. പിന്നീട് മാതാവിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. മൃതദേഹം നാട്ടിൽ എത്തിച്ച് സംസ്കരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹം അവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നത് കോസ്റ്റ് ഗാർഡിലെ ജീവനക്കാർ, അതുപോലെ തന്നെ നേവൽ ബേസിലുള്ള സഹപ്രവർത്തകർ ഒക്കെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും. മാവേലിക്കര കണ്ടിയൂരുള്ള ഈ വീട്ടിലേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തും. അതിനുശേഷം തൊട്ടടുത്തുള്ള പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സന്ധ്യയോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. വിപിന്റെ ബന്ധു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വിവരം അറിയുന്നത്. ഇന്നലെ ഒരു 12:30യോടുകൂടിയാണ് പുള്ളിയുടെ അമ്മാവന് വിവരം കിട്ടിയത്. അപ്പോൾ അമ്മാവനുടനെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞ് ഇന്നലെ ഒരു സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയതിന് ശേഷം നമുക്ക് പുള്ളിയുടെ അമ്മയെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഞാൻ പുള്ളിയുടെ സഹോദരിയുടെ ഭർത്താവ് ആർമിയിൽ മേജറാണ്, പുള്ളി ശ്രീനഗറിലുണ്ടായിരുന്നു. അപ്പോൾ വിവരം അറിഞ്ഞ് പുള്ളി അവിടുന്ന് ബൈ എയർ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വരാൻ കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആർമി ബേസ് ഹോസ്പിറ്റലിൽ MNS നഴ്സാണ്. പിന്നെ 5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. വിപിന്റെ അച്ഛനും നേരത്തെ ഫോഴ്സിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു. അദ്ദേഹം 2010 അഹമ്മദാബാദിൽ വെച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയതാണ്. സേനയുടെ ഭാഗമായി തന്നെ നഴ്സായി ജോലി ചെയ്യുന്ന വിപിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഡൽഹിയിലുള്ള മക്കൾ അടക്കമുള്ള എല്ലാവരും ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.